എങ്ങനെയുണ്ട് സ്വപ്നം? അപ്പൊ ഇതാണ് റസിയ കണ്ട സ്വപ്നം. ഇതാണ് റസിയ കണ്ട സ്വപ്നം. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തോന്ന് അറിയാനാണ് പന്നോട് കാര്യം പറഞ്ഞത്. എന്തപ്പോ ഒരു വഴി? അതിനിപ്പോ വഴി നമ്മുടെ ഈ തന്നെ ഉണ്ടല്ലോ. എന്താണ്? നമ്മളിപ്പോ ഈ നടത്തിയ സ്ഥലക്കച്ചവടം ഇല്ലേ, അതില് വാസൂട്ടീനെ പരീക്ക നിർബന്ധിച്ച് പെടുത്തിയതാണെന്നും അവന്റെ വീടും കൂടി നഷ്ടപ്പെട്ടത് പരീക്ക കാരണമെന്നും പറഞ്ഞിട്ട് അവളെ ബോധ്യപ്പെടുത്തിയാ പോരാ. അപ്പൊ ഒരു കടപ്പാടായില്ലേ? അതിലൊന്നും അനങ്ങണ ആളല്ല റസ്യ, എനിക്കറിയില്ലേ? ഈ വക വർത്താനം പറഞ്ഞ അവളനങ്ങൂല. എനിക്ക് ഇനി ഇതിനേക്കാൾ വലിയ കടപ്പാട് വന്നോ? അവളനങ്ങൂല. എനിക്ക് ഉണ്ടായ മാറ്റൊരു ബാധ്യത ഓൾക്കുണ്ട് വിചാരിക്കുക അപ്പനായിട്ട്, അല്ല ഇപ്പന്റെ കുടുംബമായിട്ട്. അപ്പൊ നടക്കും വലിയൊരു എമൗണ്ടിന്റെ. ഇപ്പൊ എനിക്ക് വന്ന മാതിരി വലിയൊരു ബാധ്യത ഇവന്റെ കുടുംബമായിട്ട് ഓൾക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ അവള് കളവും. അല്ലാണ്ട് എനിക്കുള്ളതിലൊന്നും അവൾക്കൊരു മാറ്റം ഉണ്ടാവാൻ പോകും. ആലോചിക്കണമെങ്കിൽ ഇവന്റെ കയ്യിൽ 10 പൈസ ഇല്ലല്ല, പിന്നെ അങ്ങനെ ഒരു ബാധ്യത ഉണ്ടാക്കും. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയാൻ വേണ്ടി വിളിച്ചത്. ഏടാ അപ്പൊ അതിനൊരു ഐഡിയ ഉണ്ടാക്കാനാണല്ലോ പന്റെ അടുത്ത് വന്നത്. പറ്റിയ ഐഡിയ ഞാൻ പഠിക്കോട്ടെ. നമുക്കേ ഒരു ലോട്ടറിയുടെ കളി കളിച്ചാലാ. ലോട്ടറി കച്ചവടത്തിന് പോവേ? ലോട്ടറി കച്ചവടത്തിന് പോകെ എല്ലാ പരീക്ക. നമ്മുടെ വാസൂട്ടി ഒരു ലോട്ടറി എടുത്തെന്ന് കരുത്. ആ ലോട്ടറിക്ക് 1ാം സമ്മാനം അടിക്കാണ്. ഞാൻ ലോട്ടറി എടുക്കുന്നില്ലല്ലോ. ഓനൊരു ലോട്ടറി എടുത്ത് എന്നിട്ട് അതിന് 1ാം സമ്മാനം അടിച്ചു. 1ാം സമ്മാനം അടിച്ചു. ആ ടിക്കറ്റ് നമ്മുടെ റസിയ മുഖാന്തരം നശിപ്പിച്ചു പോയാലോ? കുട്ടിയെ ഇപ്പൊ ഈ ലോട്ടറി അടിക്കുന്ന ഉറപ്പ്. അല്ല അതടിക്കും. ഈ ജാതി വർത്താനം ഇതിന്റെ ഇടക്ക് കയറി പറഞ്ഞാൽ അടിക്കും ഞാൻ. അതെ, ഇതൊന്നും ഇപ്പൊ നടക്കണ കാര്യമില്ല. ഓ എടുക്കണ ലോട്ടറി എങ്ങനെയാണ് റസിയ നശിപ്പിക്കണത്? രണ്ടും അറ്റത്തല്ലേ കിടക്കണേ. പരീക്ക ഞാൻ പറയണ പോലെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ? എന്താണ് ചെയ്യാൻ പറ്റുമോ? നീ പറഞ്ഞ മല്ലിക അനുസരിക്കും. നോക്കാന്നല്ല, അനുസരിപ്പിക്കണോ? ഇത് രണ്ടാളും കൂടി കുളമാക്കൂല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മല്ലികനോട് എന്താ പറയണ്ടേന്ന് വാസൂട്ടിക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ലോട്ടറി ടിക്കറ്റിന്റെ കളി അത് ഞാൻ പരീക്കാരോടും പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടും ഇത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്താ ഈ പറഞ്ഞ കാര്യം നടക്കും. ഗംഭീര കടപ്പാടും വരും. അതിന്റെ പ്ലാനിങ് ഒക്കെ എന്റെ മനസ്സിൽ ശരിക്കും ഉണ്ടല്ലോ അല്ലേ? പരീക്ക് ഇത് നടത്തി വിജയിച്ചിട്ടുള്ളതാണെന്നേ. പാലിയ കുടുംബത്തെ പാളൂല. അല്ലേ പിന്നെ ഇവനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ കടപ്പാട് എങ്ങനെയാ വരുത്തണത്? ശരിയാ. ഇതൊന്ന് വൃത്തിയായിട്ട് ചെയ്തു നോക്ക്.